السلام عليكم أهلا وسهلا ومرحبا بكم أيها التلاميذ الأحباء صباح الخير لجميعكم. الدرس الثاني أقسام الفعل صيغة. ഫീലിൻ്റെ വിഭാഗങ്ങൾ സീഗയെ പരിഗണിച്ചുകൊണ്ട്. സീഗ എന്നാൽ പദത്തിൻ്റെ രൂപം, പദത്തിൻ്റെ ആകൃതിയെ പരിഗണിച്ചുകൊണ്ട് ഫീലിൻ്റെ വിഭാഗങ്ങൾ ഏതൊക്കെയെന്നാണ് ഈ ഒരു പാഠഭാഗത്തിൽ വിശദീകരിക്കുന്നത്. അൽ അഫ്ആലു ഫീലുകൾ അതിൻ്റെ സീഗയെ പരിഗണിച്ചുകൊണ്ട് നാലായിട്ട് തിരിക്കാം. അൽ മാദി, അൽ മുദാരി, അൽ അംറ്, അൻ നഹി. അൽ മാദി എന്നാൽ കഴിഞ്ഞ കാലം, അൽ മുദാരി എന്നാൽ വർത്തമാനകാലവും ഭാവി കാലവും, അംറ് കൽപ്പനക്രിയ, അൻ നഹി നിരോധനക്രിയ. കുറച്ചുകൂടി വിശദമായിട്ട് തൊട്ട് താഴെ പറയുന്നു. അൽ അഫ്ആലു അർബഅത്തു അഖ്സാമിൻ. ക്രിയകൾ 4 വിഭാഗങ്ങളാകുന്നു. ഒന്നാമത്തേത് അൽ ഫിഇലുൽ മാദി, മാദിയായിട്ടുള്ള ഫിഇല്. രണ്ടാമത്തെ വിഭാഗം അൽ ഫിഇലുൽ മുദാരി, മുദാരിയായിട്ടുള്ള ഫിഇല്. ഫിഇലുൽ അംറ്, അംറിൻ്റെ ഫിഇല്. ഫിഇലുൽ നഹി, നഹീൻ്റെ ഫിഇല്. അൽ ഫിഇലുൽ മാദി അഥവാ കഴിഞ്ഞ കാല ക്രിയ. ഉദാഹരണം ഫതഹ തുറന്നു, അവൻ തുറന്നു. ദറബ അവൻ അടിച്ചു. ദഖല അവൻ പ്രവേശിച്ചു. അലിമ അവൻ അറിഞ്ഞു. ഹസിബ വിചാരിച്ചു. ഹസുന നന്നായി. അപ്പോൾ അതൊക്കെ മാദിയായ ഫിഇലിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇനി മുദാരിയായ ഫിഇല്, അൽ ഫിഇലുൽ മുദാരി. ആ ഫിഇലിൽ അല്ല് വിട്ടുപോയതാണ് കേട്ടോ. അൽ ഫിഇലുൽ മുദാരി, മുദാരിയായ ഫിഇല്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ഫതഹ തുറന്നു, തുറക്കുന്നു എന്നും തുറക്കും എന്നും പറയാൻ അറബിയിൽ ഉപയോഗിക്കുന്നത് യഫ്തഹു തുറക്കും, യദ്രിബു അടിക്കും, യദ്ഖുലു പ്രവേശിക്കും, യഅലമു അറിയും, യഹ്സിബു വിചാരിക്കും, യഹ്സുനു നന്നാവും. ഈ പറഞ്ഞിടത്തെല്ലാം നന്നാവുന്നു, വിചാരിക്കുന്നു, അറിയുന്നു, പ്രവേശിക്കുന്നു, അടിക്കുന്നു, തുറക്കുന്നു എന്ന അർത്ഥങ്ങളെല്ലാം അതേ സമയം തന്നെ കൊടുക്കാവുന്നതാണ്. അതുപോലെ അവൻ എന്നും തന്നെയാണ് ഇതിനകത്ത് എല്ലായിടത്തും വരിക, ഈ മാദിയിലും മുദാരിയിലും. അടുത്തത് ഫിഉലുൽ അംരി, അംറിൻ്റെ ഫിഇല്, കൽപ്പനയുടെ ക്രിയ. അപ്പോൾ ഫതഹ തുറന്നു, യഫ്തഹു തുറക്കുന്നു. നീ തുറക്കണം അല്ലെങ്കിൽ നീ തുറക്ക് എന്ന് പറയാൻ ഉപയോഗിക്കേണ്ടത് ഇഫ്തഹ്, നീ തുറക്കൂ. ഇദ്രിബ് നീ അടിക്കൂ. ഉദ്ഖുൽ നീ പ്രവേശിക്കൂ. യഅലം നീ മനസ്സിലാക്കൂ. ഇഹ്സിബ് നീ വിചാരിക്കൂ. ഉഹ്സുൻ നീ നന്നായിട്ട് ചെയ്യൂ. ഇതൊക്കെയാണ് ഫിഇലുൽ അംറിൻ്റെ ഉദാഹരണങ്ങൾ. ഫിഇലുൻ നഹി നിരോധന ക്രിയ. ലാ തഫ്തഹ് നീ തുറക്കരുത്. ലാ തദ്രിബ് നീ അടിക്കരുത്. ലാ തദ്ഖുൽ നീ പ്രവേശിക്കരുത്. ലാ തഅലം നീ അറിയരുത്. ലാ തഹ്സിബ് നീ വിചാരിക്കരുത്. ലാ തഹ്സുൻ നീ നന്നാവരുത്. ഇതൊക്കെ നിരോധന ക്രിയകളാണ്. അപ്പോൾ ഫതഹ മാദി, യഫ്തഹു മുദാരി, ഇഫ്തഹ് ഫിഇലുൽ അംറ്, ലാ തഫ്തഹ് ഫിഇലുൻ നഹി. ഈ പദത്തിൻ്റെ രൂപങ്ങളിലേക്ക് നോക്കുമ്പോൾ 4 രൂപത്തിലാണുള്ളത്. ഫതഹ മാദി, യഫ്തഹു മുദാരി, ഇഫ്തഹ് അംറ്, ലാ തഫ്തഹ് അൻ നഹി. ദറബ യദ്രിബു ഇദ്രിബ് ലാ തദ്രിബ്. ദഖല യദ്ഖുലു ഉദ്ഖുൽ ലാ തദ്ഖുൽ. അലിമ യഅലമു യഅലം ലാ തഅലം. ഹസിബ യഹ്സിബു ഇഹ്സിബ് ലാ തഹ്സിബ്. ഹസുന യഹ്സുനു ഉഹ്സുൻ ലാ തഹ്സുൻ. അപ്പോൾ മാദി, മുദാരി, ഫിഉലുൽ
അംറ് ഫീലുൽ നഹീന്റെ സീഗകൾ എങ്ങനെയാണെന്ന് ലഘുവായ രീതിയിൽ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഓരോന്നിനെ കുറിച്ചും ചെറിയ രീതിയിൽ ഒന്നുകൂടി മനസ്സിലാക്കാം. അൽ ഫിഇലുൽ മാദി, മാദിയായ ഫിഇല്, കഴിഞ്ഞ കാല ക്രിയ എന്താണ് എന്നുള്ള നിർവചനമാണ് പറയുന്നത്. മാ യദുല്ലു, അറിയിക്കുന്നതാണ്. മാ ഒന്നാകുന്നു, യദുല്ലു അത് അറിയിക്കുന്നു, അലൽ ഫിഇലി ഒരു ക്രിയയുടെ മേൽ, അല്ലദീ ഹദസ അത് സംഭവിച്ചു, ഖബലൽ കലാമി സംസാരിക്കുന്നതിന് മുന്നേ സംഭവിച്ച ഒരു ക്രിയയുടെ മേൽ അറിയിക്കുന്ന ഒന്നാണ് ഫിഇലുൽ മാദി. മിസ്ല, ഉദാഹരണം, കതബ മുഹമ്മദുൻ, മുഹമ്മദ് എഴുതി, അദ്ദർസ പാഠം, മുഹമ്മദ് എഴുതി. പാഠം മുഹമ്മദ് എഴുതി എന്ന് നമ്മൾ പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? മുഹമ്മദ് ആ സംസാരത്തിന് മുമ്പ് തന്നെ എഴുതുക എന്ന പ്രവൃത്തി പൂർത്തിയാക്കിയിരിക്കുന്നു, ആ പ്രവൃത്തി സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. കതബ മുഹമ്മദുൻ അദ്ദർസ, മുഹമ്മദ് പാഠം എഴുതി. സംസാരിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ഒരു പ്രവൃത്തിയെ അറിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഫിഇലുൽ മാദി. നിങ്ങൾക്ക് ഒന്നുകൂടി ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയാണ് അവിടെ അംസി എന്നുകൂടി ചേർത്തിരിക്കുന്നത്. കതബ മുഹമ്മദുൻ അദ്ദർസ അംസി, ഇന്നലെ മുഹമ്മദ് പാഠം എഴുതി. വ അലാമത്തുൽ ഫിഇലിൽ മാദി, മാദിയായ ഫിഇലിന്റെ അടയാളം, അൻ യഖ്ബല താഅ തഅനീസി അസ്സാകിനത ഫി ആഖിരിഹി, മാദിയായ ഫിഇലിന്റെ അടയാളം അൻ യഖ്ബല അത് സ്വീകരിക്കലാണ്, താഅ തഅനീസി തഅനീസിന്റെ താഇനെ, അസ്സാകിനത സുക്കൂനുള്ള, ഫി ആഖിരിഹി അതിന്റെ അവസാനത്തിൽ. മിസ്ലായതുപോലെ കതബ, കതബ മാദിയായ ഫീലാണ്. അപ്പോൾ അതിന്റെ തെളിവാണ് അവൾ എഴുതി എന്ന അർത്ഥത്തിൽ നമ്മൾ കതബത്ത് എന്ന് പറയുന്നത്. നിങ്ങൾ നേരത്തെ പഠിച്ചിരുന്നു ഫതഹ, അവൻ തുറന്നു. അപ്പോൾ അവൾ തുറന്നു എന്ന് എങ്ങനെ പറയും? ഫതഹത്ത്. അപ്പോൾ ഫതഹത്ത് എന്ന് പറഞ്ഞപ്പോൾ ഫതഹയുടെ പുറമെ സുക്കൂനുള്ള ഒരു താ അവസാനത്തിൽ വന്നു. കതബത്ത് ഫതഹത്ത് എന്ന് പറയുമ്പോൾ അവസാനത്തെ താ സുക്കൂനുള്ള ഒരു താ വന്നു. അത് വേറെ എങ്ങനെ സംഭവിക്കില്ല, മാദിയായ ഫീലിൽ മാത്രമേ എങ്ങനെ സംഭവിക്കൂ. ആ ഒരു അടയാളം വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? മാദിയായ ഫീലിനെ തിരിച്ചറിയാവുന്നതാണ്. ഇനി അൽ ഫിഇലുൽ മുദാരി, മുദാരി ആയ ഫീല്, മാ യദുല്ലു അലൽ ഫിഇലിൽ ലദി ഹദസ ഫി സമനിൽ ഹാദിരി അവിൽ മുസ്തഖ്ബിലി. മാ അതൊന്നാകുന്നു, യദുല്ലു അത് അറിയിക്കും, അലൽ ഫിഇലിൽ ലദി ഹദസ സംഭവിച്ച ഒരു പ്രവൃത്തിയുടെ മേൽ, ഫി സമനിൽ ഹാദിരി അവിൽ മുസ്തഖ്ബിലി വർത്തമാനകാലത്തോ ഭാവി കാലത്തോ സംഭവിക്കുന്ന ഒരു പ്രവൃത്തിയുടെ മേൽ അറിയിക്കുന്നതാണ് ഫിഇലുൽ മുദാരി. വർത്തമാനകാലത്തോ ഭാവി കാലത്തോ സംഭവിക്കുന്ന ഒരു പ്രവൃത്തിയുടെ മേൽ അറിയിക്കുന്നതാണ് ഫിഇലുൽ മുദാരി. ഉദാഹരണം പറഞ്ഞാൽ, യക്തുബു മുഹമ്മദുൻ അരിസാലത, മുഹമ്മദ് കത്തെഴുതുന്നു. നമ്മളതിനർത്ഥം പറയുന്നത് മുഹമ്മദ് കത്ത് എഴുതുന്നു. യക്തുബു മുഹമ്മദുൻ അരിസാലത, മുഹമ്മദ് കത്ത് എഴുതുന്നു എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ഇപ്പോൾ കത്ത് എഴുതുകയാണ് എന്നർത്ഥം. ഇതേ സെന്റൻസിന് തന്നെ യക്തുബു മുഹമ്മദുൻ അരിസാലത എന്ന അതേ വാക്യത്തിന് മുഹമ്മദ് കത്ത് എഴുതും എന്ന അർത്ഥവും നമുക്ക് കൊടുക്കാം. മുഹമ്മദ് കത്ത് എഴുതും. പക്ഷേ അൽ ആന എന്ന് ചേർന്നാൽ അതിൻ്റെ അർത്ഥം വർത്തമാനകാലത്തിൽ മാത്രമാണ്. അൽ ആന എന്ന് പറഞ്ഞാൽ അർത്ഥം ഇപ്പോൾ മുഹമ്മദ് കത്ത് എഴുതുന്നു, ഇപ്പോൾ മുഹമ്മദ് കത്ത് എഴുതുന്നു. അൽ ആൻ ഇല്ലെങ്കിൽ മുഹമ്മദ് കത്ത് എഴുതും എന്ന അർത്ഥവും നമുക്ക് കൊടുക്കാവുന്നതാണ്. അത് സാന്ദർഭികമായിട്ടാണ് വർത്തമാന കാലത്തിലാണോ ക്രിയ ഉപയോഗിച്ചിരിക്കുന്നത്, ഭാവി കാലത്തിലാണോ ക്രിയ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത്. വ അലാമത്തുൽ ഫിഇലിൽ മുദാരി, മുദാരിയായ ഫിഇലിന്റെ
സീനിനെ സ്വീകരിക്കും എന്നതാണ്. മനസ്സിലാ? ഉദാഹരണം പറഞ്ഞാൽ മുദാരിയായ ഫീലിലാണ് സീന് കയറി വരിക. സ അക്തുബു അദ്ദർസ. അക്തുബു എന്നുണ്ടായിരുന്ന, അക്തുബു എന്ന് വെച്ചാൽ ഞാൻ എഴുതും. അക്തുബു ഞാൻ എഴുതും. അഫ്തഹു ഞാൻ തുറക്കും. സ അക്തുബു ഞാൻ പിന്നീട് എഴുതും. അദ്ദർസ പാഠം. സ അക്തുബു ദർസ ഞാൻ പിന്നീട് പാഠം എഴുതും. അപ്പോൾ ഈ സീന് മുദാരിയായ ഫീലിലേക്ക് ചേരുന്നു. അപ്പോൾ മുദാരിയായ ഫീലിന്റെ ഒരു അടയാളമാണ് അതിൽ സീനിന് പ്രവേശിക്കാൻ കഴിയും എന്നത്. ബഅദ ഖലീലിൻ കുറച്ചു കഴിഞ്ഞു. സൗഫ ഈ സൗഫയും പ്രവേശിക്കും മുദാരിയായ ഫീലിൽ. ഉദാഹരണം സൗഫ ഉസാഫിറു ഞാൻ യാത്ര പോകും. അത് കുറച്ചുകൂടെ കഴിഞ്ഞുള്ള സമയമാണ് ഉദ്ദേശിക്കുന്നത്. ഫിൽ ഉത്ലത്തി വെക്കേഷനിൽ ഞാൻ യാത്ര പോകും. അപ്പോൾ ഈ സൗഫയും സീനും ഉപയോഗിക്കാവുന്നതാണ് ഭാവി കാലത്തിന് വേണ്ടി മുദാരി ഉപയോഗിക്കുമ്പോൾ. സൗഫയും സീനും ഇല്ലാതെയും ഭാവി കാലത്തിന് വേണ്ടി മുദാരിയായ ഫീല് ഉപയോഗിക്കാവുന്നതാണ്. അത് സന്ദർഭത്തിൽ നിന്നാണ് മനസ്സിലാവുക. പക്ഷേ സീനോ സൗഫയോ വന്നാൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, അത് ഭാവി കാലത്തിന് വേണ്ടി തന്നെ ഉപയോഗിച്ചിരിക്കുന്ന ക്രിയയാണ്. സീൻ ഉപയോഗിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ചെയ്യുമെന്നും സൗഫ ഉപയോഗിച്ചാൽ കുറെ കൂടി സമയം കഴിഞ്ഞിട്ടേ ആ കാര്യം പ്രവർത്തിക്കൂ എന്നും നമുക്ക് മനസ്സിലാക്കാം. തുസ്തഅമിലു സീനു സീൻ ഉപയോഗിക്കപ്പെടുന്നു ലിദ്ദലാലത്തി അറിയിക്കുന്നതിന് അലൽ മുസ്തഖ്ബിലിൽ ഖരീബി തൊട്ടടുത്ത ഭാവിയിൽ ചെയ്യുമെന്ന് അറിയിക്കുന്നതിനാണ് സീൻ ഉപയോഗിക്കുന്നത്. ലിദ്ദലാലത്തി അറിയിക്കുന്നതിന്, മുസ്തഖ്ബിലിൽ ഖരീബ് അടുത്ത ഫ്യൂച്ചറിനെ കാണിക്കാൻ. സൗഫ ഉപയോഗിക്കുന്നത് ലിൽ മുസ്തഖ്ബിലിൽ ബഈദ് കുറച്ചുകൂടി ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഫ്യൂച്ചറിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് സൗഫ ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം. ഇനിയുള്ളത് ഫിഇലുൽ അംർ കൽപ്പന ക്രിയ. ഹുവൽ ഫിഇലുൽ ലദീ യദുല്ലു അലാ ത്വലബി അമലിൻ ഫിൽ ഹാദിരി അവൽ മുസ്തഖ്ബിലി ഭാവി കാലത്തോ വർത്തമാനകാലത്തോ ഒരു പ്രവൃത്തി ചെയ്യാൻ ആവശ്യപ്പെടുന്നതിൻ്റെ മേൽ അറിയിക്കുന്ന ക്രിയയ്ക്കാണ് ഫിഇലുൽ അംർ എന്ന് പറയുന്നത്. ഫിഇലുൽ അംരി കൽപ്പന ക്രിയ. ഹുവ അത് അൽ ഫിഇലു ഒരു ക്രിയയാകുന്നു. അല്ലദീ യദുല്ലു അറിയിക്കുന്നതായ അലാ ത്വലബി അമലിൻ ഒരു പ്രവൃത്തി ചെയ്യാൻ ആവശ്യപ്പെടുന്നതിൻ്റെ മേൽ ഫിൽ ഹാദിരി വർത്തമാനകാലത്തോ അവിൽ മുസ്തഖ്ബിലി അല്ലെങ്കിൽ ഭാവി കാലത്തോ. മിസ്ല ഉദാഹരണം ഉക്കുത്തുബ് നീ എഴുതുക, നീ എഴുതൂ. ഇഷ്റബ് നീ കുടിക്കൂ. ഇൽ അബ് നീ കളിക്കൂ എന്നൊക്കെയാണ് എൻ്റെ ഉദാഹരണങ്ങൾ. ഇനി എങ്ങനെയാണ് ഫിഇലുൻ നഹിയുടെ സീഗ വരിക? എന്താണ് ഫിഇലുൻ നഹി എന്ന് പറഞ്ഞാൽ? ഹുവ അത് തൊലബുൽ കഫി അലാ ഫിഇലിൻ തൊലബുൽ കഫി തടയാൻ ആവശ്യപ്പെടുക അലാ ഫിഇലിൻ ഒരു പ്രവൃത്തി ഫിൽ ഹാദിരി അവിൽ മുസ്തഖ്ബിലി വർത്തമാനകാലത്തോ ഭാവി കാലത്തോ ഒരു പ്രവൃത്തി ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിനാണ് ഫിഇലുൻ നഹി എന്ന് പറയുക. ഉദാഹരണം ലാ തക്തുബ് നീ എഴുതരുത്. ലാ തശ്റബ് നീ കുടിക്കരുത്. ലാ തൽഅബ് നീ കളിക്കരുത്. ഇതൊക്കെയാണ്. അപ്പോൾ സീഗകളെ പരിഗണിച്ചുകൊണ്ട് നോക്കുമ്പോൾ പദത്തിൻ്റെ രൂപത്തെ, പദത്തിൻ്റെ ആകൃതിയെ പരിഗണിച്ചുകൊണ്ട് ഫിഇലിൻ്റെ ഇനങ്ങൾ 4 എണ്ണമാണ്. മാദി, മുദാരി, അംർ, നഹി ഇങ്ങനെ 4 വിഭാഗമാണ്. ആ 4 വിഭാഗത്തെ സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. 1-2 പേരൊക്കെ ഒന്നാമത്തെ പാഠത്തിൽ സംശയങ്ങൾ വന്നത് പേഴ്സണലായിട്ട് വാട്സപ്പിൽ ചോദിച്ചിരുന്നു. നിങ്ങൾ ചോദിക്കണം. നിങ്ങൾക്ക് ഇതിൻ്റെ പാഠഭാഗങ്ങൾ പൂർണ്ണമായിട്ട് കേട്ട് മനസ്സിലാക്കി നിങ്ങൾ ചോദിക്കുകയും ചെയ്യണം ഏതെങ്കിലും അവ്യക്തതകൾ ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഈ പാഠം കേട്ട് കഴിഞ്ഞവർ എന്ത് ചെയ്യാം, നിങ്ങൾ കേട്ട് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈക്ക് ഇട്ടാലും മതി. പ്രത്യേകിച്ച് വേറെ ആരോടും അത് പറയരുത്. ഈ ഭാഗം വരെ
അതിനകത്ത് ഇടുക. അല്ലെങ്കിൽ ലൈക്ക് തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും ഒരു സ്മൈലി എന്നോ അതിനകത്ത് ഇട്ടേക്കുക. അപ്പോൾ നിങ്ങളിത് കേട്ടു എന്ന് എനിക്ക് മനസ്സിലാക്കാം, അല്ലാതെ വേറെ വഴിയില്ല. നിങ്ങൾ കേട്ടു എന്ന് മനസ്സിലാക്കാം. യൂട്യൂബിൽ നോക്കിയാലും അതിന്റെ വ്യൂവേഴ്സിന്റെ എണ്ണമേ കാണിക്കത്തുള്ളൂ, നിങ്ങൾ ആരൊക്കെയാണ് നോക്കിയെന്ന് മനസ്സിലാവില്ല. അപ്പോൾ എന്തായാലും ഈ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ നിസ്സാരമായ കാര്യമാണല്ലോ ആവശ്യപ്പെടുന്നത്. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാം, എനിക്ക് അയക്കണമെന്നില്ല, അടുത്ത പാഠത്തിന്റെ അയക്കണം, ഒന്നര വിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. ഈ മാദി, മുദാരി, അംറ്, നഹി ഇതിന്റെ ആൻസറുകളൊന്ന് കണ്ടെത്തി വെക്കുക. ചോദ്യങ്ങൾ അജ്ബിലിൽ അസ്ഇലത്തിലാത്തിയ, താഴത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. മാഹുവൽ മാദി, എന്താണ് മാദി? മാഹുവൽ മുദാരി, എന്താണ് മുദാരി? മാഹുവൽ അംറ്, അംറ് എന്താണ്? നഹി എന്താണ്? അപ്പോൾ അതിൻ്റെ നിർവചനങ്ങൾ ഉദാഹരണം അടക്കമാണ് എഴുതി പഠിക്കേണ്ടത്. അത് ഞാൻ നോട്ടായിട്ട് തരാം. നിങ്ങളൊന്ന് കണ്ടെത്തി വയ്ക്കുക, പാഠപുസ്തകത്തിൽ കണ്ടെത്തി ഒന്ന് മനസ്സിലാക്കി വെക്കുക. കഴിയുന്നവർ അത് നോട്ട്ബുക്കിലേക്ക് എഴുതി എനിക്ക് അയക്കാവുന്നതാണ്, നിർബന്ധമില്ല, അയച്ചാൽ നല്ലത്. നിങ്ങൾ പഠിച്ചു എന്നുള്ളത് നമുക്ക് ബോധ്യം വരും. അടുത്ത ക്ലാസ്സിന് മുമ്പായിട്ട് ഇതിൻ്റെ ചോദ്യോത്തരങ്ങൾ ഞാൻ അയച്ചു തരും. കഴിയുന്നവരും ഇത് കേൾക്കുന്നവരും ചെയ്യാൻ ശ്രമിക്കുക, നിർബന്ധമില്ല. ഓക്കെ, ശുക്രൻ ലക്കും. ഒന്നുകൂടി ആവശ്യപ്പെട്ടാണ്, എന്തെങ്കിലും സംശയങ്ങൾ ഈ പാഠസംബന്ധമായിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം.